ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൻ്റെ മെയിൻസിന് ഉള്ളൊരു സ്പെഷ്യൽ ടോപ്പിക്കാണ്. നമ്മുടെ സൈക്കോളജി എന്ന് പറയുന്നത്, ബേസിക്സ് ഓഫ് ഹ്യൂമൻ സൈക്കോളജി എന്ന് പറയുന്ന ടോപ്പിക്ക്. അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഒന്നാമത്തെ ടോപ്പിക്കാണ് അപ്രോച്ചസ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വിവിധ കാലഘട്ടങ്ങളിലായിട്ട് വ്യത്യസ്ത മനഃശാസ്ത്ര ചിന്താധാരകൾ ചെയ്തിട്ടുണ്ട്, രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വിവിധ കാലഘട്ടങ്ങളിലായിട്ട് വ്യത്യസ്തമായിട്ടുള്ള മനഃശാസ്ത്ര ചിന്താധാരകൾ എന്ത് ചെയ്തിട്ടുണ്ട്, രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മനഃശാസ്ത്ര വിഭാഗങ്ങളെ ശാസ്ത്രീയമായിട്ട് വർഗീകരിച്ചതാരാണ്? അത് റോബർട്ട് എസ് വുഡ്ബർത്താണ്. അപ്പോൾ ഈ ഒരു മനഃശാസ്ത്ര വിഭാഗങ്ങളെ ശാസ്ത്രീയമായിട്ട് വർഗീകരിച്ച വ്യക്തി ആരാണ്? റോബർട്ട് എസ് വുഡ്ബർത്താണ്. അപ്പോൾ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ പ്രസക്തമായിരുന്ന ചിന്താധാരകൾ എന്ത് ചെയ്യുന്നു, താഴെ പറയുന്നു. അത് ഏതാണെന്ന് നമുക്ക് നോക്കാം. സൈക്കോ അനലറ്റിക് മനോവിശ്ലേഷണ സമീപനം, ബിഹേവിയറിസ്റ്റിക് വ്യവഹാരവാദം, ഹ്യൂമനിസ്റ്റിക് മാനവികതാവാദം, ജസ്റ്റാൾട്ട് അതാണ് സമഗ്രതാവാദം. അപ്പോൾ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ പ്രസക്തമായിരുന്ന ചിന്താധാരകളാണ് താഴെ പറഞ്ഞത്. ഏതൊക്കെയാണ്? സൈക്കോ അനലറ്റിക് മനോവിശ്ലേഷണ സമീപനം എന്ന് മലയാളത്തിൽ പറയും, ബിഹേവിയറിസ്റ്റിക് വ്യവഹാരവാദം, ഹ്യൂമണിസ്റ്റിക് മാനവികതാവാദം, പിന്നെന്താണ്? ഗസ്റ്റാൾട്ട് സമഗ്രതാവാദം. അപ്പോൾ അതിൽ നമുക്ക് ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സൈക്കോ അനലറ്റിക് എന്ന് പറയുമ്പോൾ മനോവിശ്ലേഷണ സമീപനം. അതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് സൈക്കോ അനലറ്റിക് അല്ലെങ്കിൽ മനോവിശ്ലേഷണ സമീപനം എന്ന് നോക്കാം. അപ്പോൾ അതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് മാനസിക അപഗ്രഥനത്തിൻ്റെ ഉപജ്ഞാതാവ്. അപ്പോൾ മാനസിക അപഗ്രഥനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡാണ്. അപ്പോൾ മാനസിക അപഗ്രഥനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡാണ്. സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് എന്ന ഗ്രന്ഥം രചിച്ച വ്യക്തി ആരാണ്? നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡാണ്. അപ്പോൾ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം അല്ലെങ്കിൽ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് എന്ന ഗ്രന്ഥം രചിച്ച വ്യക്തി ആരാണ്? അത് സിഗ്മണ്ട് ഫ്രോയിഡാണ്. അപ്പോൾ ഫ്രോയിഡിൻ്റെ പ്രധാന ഗ്രന്ഥങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓൺ അഫാനിയ ഒരു ഗ്രന്ഥമാണ്. ദി സൈക്കോളജി ഓഫ് എവരിഡേ ലൈഫ് അതൊരു ഗ്രന്ഥമാണ്. ദ ഈഗോ ആൻഡ് ദി ഇത്, ഈ ഒരു ഈഗോ ആൻഡ് ഇത് നമ്മൾ അടുത്ത് നോക്കും. ബിയോണ്ട് ദി പ്ലഷർ പ്രിൻസിപ്പിൾ. അപ്പോൾ ഫ്രോയിഡിൻ്റെ പ്രധാന ഗ്രന്ഥങ്ങളാണ് ഏതൊക്കെയാണ്? ഓൺ അഫാനിയ, ദി സൈക്കോളജി ഓഫ് എവരിഡേ ലൈഫ്, ദി ഈഗോ ആൻഡ് ദി ഇത്, ബിയോണ്ട് ദി പ്ലഷർ പ്രിൻസിപ്പിൾ. അടുത്ത് അബോധ മനസ്സിൻ്റെ ചോദകങ്ങളാണ് ചിന്തയിലൂടെയും സ്വപ്നങ്ങളിലൂടെയും വ്യവഹാരങ്ങളിലൂടെയും ഒരു വ്യക്തിയിൽ പ്രകടമാകുന്നത് എന്ന് വാദിക്കുന്ന സിദ്ധാന്തം ഏതാണ്? അതാണ് മാനസിക അപഗ്രഥനമെന്ന് പറയുന്നത്. അപ്പോൾ അബോധ മനസ്സിൻ്റെ ചോദകങ്ങളാണ് ചിന്തയിലൂടെയും സ്വപ്നങ്ങളിലൂടെയും വ്യവഹാരങ്ങളിലൂടെയും ഒരു വ്യക്തിയിൽ പ്രകടമാകുന്നത് എന്ന് വാദിക്കുന്ന സിദ്ധാന്തം ഏതാണ്? മാനസിക അപഗ്രഥനമാണ്. അടുത്ത് മനോവിശ്ലേഷണ സിദ്ധാന്തം, പ്രധാന ആശയങ്ങളും പ്രത്യേകതകളും. അടുത്ത ടോപ്പിക്കാണ് മനോവിശ്ലേഷണ സിദ്ധാന്തം, പ്രധാന ആശയങ്ങളും പ്രത്യേകതകളും. അപ്പോൾ അതിലെ ഒരു പോയിൻ്റാണ് മനസ്സിൻ്റെ, പ്രത്യേകിച്ച് അബോധ മനസ്സിൻ്റെ ഉള്ളറകളിലേക്കുള്ള അന്വേഷണമാണ് എന്ന് പറയുന്നത് മനോവിശ്ലേഷണ സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിൻ്റെ, അതായത് പ്രത്യേകിച്ച് നമ്മുടെ അബോധ മനസ്സിൻ്റെ ഉള്ളറകളിലേക്കുള്ള അന്വേഷണത്തെയാണ് എന്തെന്ന് പറയുന്നത് മനോവിശ്ലേഷണ സിദ്ധാന്തം എന്ന് പറയുന്നത്. ഈ മനസ്സിൻ്റെ ഉള്ളറ അതേപോലെ തന്നെ അബോധ മനസ്സിനെ കുറിച്ചൊക്കെ നമുക്ക് അടുത്ത വരുന്ന പോയിന്റിൽ നോക്കാം. അടുത്ത് മനോവിഭ്രാന്തികളെ സംബന്ധിച്ച് നടത്തിയ അന്വേഷണങ്ങളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ നിന്നും ആവിർഭവിച്ച സമീപനമാണെന്ത്? ഈ ഒരു മനോവിശ്ലേഷണ സിദ്ധാന്തം എന്ന് പറയുന്നത്. ചുമ്മാ ഒന്നും പെട്ടെന്ന് വരില്ലല്ലോ. മനോവിഭ്രാന്തികളെ സംബന്ധിച്ച് നടത്തിയ അന്വേഷണങ്ങളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും നമ്മുടെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് അതിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ അനുഭവങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും ആവിർഭവിച്ച സമീപനമാണെന്ത്? ഈ ഒരു മനോവിശ്ലേഷണ സിദ്ധാന്തം എന്ന് പറയുന്നത്.
ലൈംഗികമായ അബോധ സംഘർഷങ്ങളും ആക്രമകത്വവും മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ വലിയ അളവിൽ സ്വാധീനിക്കുന്നതായി സിദ്ധാന്തിക്കുന്നു. അപ്പോൾ ലൈംഗികമായ അബോധ സംഘർഷങ്ങളും ആക്രമാകത്വവും എന്ന് പറയുമ്പോൾ നമ്മുടെ അഗ്രഷൻ അതെന്ത് ചെയ്യുന്നു, മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ വലിയ അളവിൽ സ്വാധീനിക്കുന്നതായിട്ട് എന്ത് ചെയ്യുന്നു, സിദ്ധാന്തിക്കുന്നു. മനസ്സിൽ സംഭരിക്കപ്പെടുന്ന ബാല്യകാല അനുഭവങ്ങളും അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളും വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. അപ്പോൾ നമ്മുടെ മനസ്സിൽ സംഭരിക്കപ്പെടുന്ന ആ ഒരു ബാല്യകാല അനുഭവങ്ങളും പിന്നെന്താണ് അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളും വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. നമ്മുടെ ഗോവിന്ദച്ചാമിയുടെ ഇപ്പോൾ നമ്മുടെ ന്യൂസ് റിപ്പോർട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോവിന്ദച്ചാമിയുടെ ചരിത്രം പറയുന്നുണ്ട്. ഗോവിന്ദച്ചാമിയുടെ ബാല്യകാലം വളരെ ഒരു നെഗറ്റീവായിരുന്നു എന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. ഈ ഒരു സെൻറ്റൻസ് അതുമായിട്ട് നമുക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. അപ്പോൾ മനസ്സിൽ സംഭരിക്കപ്പെടുന്ന ബാല്യകാല അനുഭവങ്ങളും അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളും വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ എന്ത് ചെയ്യുന്നു, നിർണായക പങ്ക് വഹിക്കുന്നു. അപ്പോൾ മനോവിശ്ലേഷണ സമീപനത്തിൽ സിഗ്മണ്ട് ഫ്രോയിഡിനെ കൂടാതെ പ്രധാന പങ്കുവഹിച്ച 3 വ്യക്തികളുണ്ട്. ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ വ്യക്തി കാൾ യങ് ആണ്. രണ്ടാമത്തെ വ്യക്തി ആൽഫ്രഡ് ആഡ്ലറാണ്. മൂന്നാമത്തെ വ്യക്തി വില്യം റീച്ച് ആണ്. അപ്പോൾ മനോവിശ്ലേഷണ സമീപനത്തിൽ നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡിനെ കൂടാതെ പ്രധാന പങ്കുവഹിച്ച 3 വ്യക്തികളാണ് കാൾ യങ്, ആൽഫ്രഡ് ആഡ്ലർ, വില്യം റീച്ച്. അടുത്ത് മനുഷ്യ വ്യക്തിത്വത്തെ അന്തർമുഖരെന്നും ബഹിർമുഖരെന്നും നമ്മൾ കേട്ടിട്ടുള്ള എന്താണ്, ഇൻട്രോവേർട്ടെന്നും എക്സ്ട്രോവേർട്ടെന്നും വേർതിരിച്ചതാരാണ്, നമ്മുടെ കാൾ യങ് ആണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ കേൾക്കുന്നതാണ് ഇൻട്രോവേർട്ടെന്ന്. എന്താണ്, അപ്പോൾ മനുഷ്യ വ്യക്തിത്വത്തെ അന്തർമുഖരെന്നും എന്ന് പറയുമ്പോൾ ഇൻട്രോവേർട്ടെന്നും ബഹിർമുഖരെന്നും എക്സ്ട്രോവേർട്ടെന്നും വേർതിരിച്ചതാരാണ്, കാൾ യങ് ആണ്. അപ്പോൾ നമ്മുടെ ഇൻട്രോവേർട്ട് എന്ന് കേൾക്കുമ്പോൾ എക്സ്ട്രോവേർട്ട് എന്ന് കേൾക്കുമ്പോൾ ആരെന്ന് ഓർമ്മിക്കണം, നമ്മുടെ കാൾ യങ് ആണത് കൊണ്ട് വന്നത്. അടുത്ത് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ മനോവിശ്ലേഷണ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പൊതുവെ 3 ഭാഗങ്ങളായിട്ട് വേർതിരിക്കുന്നു. അപ്പോൾ നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ മനോവിശ്ലേഷണ സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ പൊതുവായി എത്ര ഭാഗങ്ങളായിട്ട് വേർതിരിക്കുന്നു, 3 ഭാഗങ്ങളായിട്ട് അതിനെ വേർതിരിക്കുന്നു. ഒന്ന്, വ്യക്തിത്വത്തിൻ്റെ ചലനാത്മകതയെ സംബന്ധിച്ച സിദ്ധാന്തം എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ 3 തലങ്ങൾ സംബന്ധിച്ച ആശയങ്ങളാണ് തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സ് എന്ന് പറയും. രണ്ടാമത്തെ എന്താണ്, വ്യക്തിത്വ ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ. മൂന്നാമത്തെ എന്താണ്, മനോലൈംഗിക വികാസ സങ്കല്പങ്ങൾ തിയറി ഓഫ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ മനോവിശ്ലേഷണ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പൊതുവായിട്ട് 3 ഭാഗങ്ങളായിട്ട് വേർതിരിക്കുന്നു. ഒന്നാമത്തേത് വ്യക്തിത്വത്തിൻ്റെ ചലനാത്മകതയെ സംബന്ധിച്ച സിദ്ധാന്തമാണ് തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സ്. രണ്ടാമത്തേത് വ്യക്തിത്വ ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തമാണ് തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ. മൂന്നാമത്തെ എന്താണ്, മനോലൈംഗിക വികാസ സങ്കല്പങ്ങൾ തിയറി ഓഫ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ അതിലൊന്നാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം. മനസ്സിൻ്റെ 3 തലങ്ങൾ എന്താണ്, പേഴ്സണാലിറ്റി ഡൈനാമിക്സ് നമുക്ക് നോക്കാം. മനസ്സിലായല്ലോ, നമ്മുടെ മനസ്സിൻ്റെ 3 തലങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി ഡൈനാമിക്സ് ആണ് നമുക്ക് അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മനുഷ്യ മനസ്സിനെ സിഗ്മണ്ട് ഫ്രോയിഡ് 3 തലങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ മനുഷ്യ മനസ്സിനെ സിഗ്മണ്ട് ഫ്രോയിഡ് എന്ത് ചെയ്തു, 3 തലങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന്, ബോധമനസ്സ് അല്ലെങ്കിൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡ്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ സംസാരിക്കുന്ന ബോധമനസ്സ്. രണ്ടാമത്തേത് ഉപബോധ മനസ്സ് എന്ന് പറയുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ്. മൂന്നാമത്തേതാണ് അബോധ മനസ്സ് അല്ലെങ്കിൽ അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് നമ്മുടെ മനുഷ്യ മനസ്സിനെ 3ആയിട്ട് തിരിച്ചു. ഏതൊക്കെയാണ്, ബോധമനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്. അപ്പോൾ ഏറ്റവും മുകളിൽ ഏതായിരിക്കും, നോർമലി നമ്മൾ ബോധ മനസ്സിലാണ്. അതിൻ്റെ തൊട്ട് നടുക്കായിട്ട് ഏതായിരിക്കും, ഉപബോധ മനസ്സായിരിക്കും. ഏറ്റവും ഉള്ളിലായിട്ട് ഏതായിരിക്കും, അത് അബോധ മനസ്സായിരിക്കും. കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ് സിനിമയിലൊക്കെ നമ്മൾ കണ്ടു കാണും. അതിലൊന്നാമത്തെയാണ് ബോധമനസ്സ്. എന്താണ് ബോധമനസ്സ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സാധാരണ നിലയിലുള്ള നമ്മുടെ മനസ്സിനെയാണ് നമ്മൾ ബോധ മനസ്സ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, നമ്മുടെ നോർമൽ ഒരു മനസ്സിനെയാണ് നമ്മൾ ബോധ മനസ്സ് എന്ന് പറയുന്നത്. പ്രായോഗിക തലത്തിൽ നാം നിത്യേന ഉപയോഗിക്കുന്ന ഓർമ്മകൾ അടങ്ങിയിരിക്കുന്ന എവിടെയാണ്,
അത് ബോധ മനസ്സിലാണ്. അപ്പോൾ പ്രായോഗിക തലത്തിൽ നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന ഓർമ്മകൾ അടങ്ങിയിരിക്കുന്ന എവിടെയാണ്? ബോധ മനസ്സിലാണ്. നോർമലി നമ്മൾ ചെയ്യുന്ന ആ ഒരു ഓർമ്മകളൊക്കെ ബോധ മനസ്സിലാണ് തങ്ങി നിൽക്കുന്നത്. നമുക്ക് പ്രത്യക്ഷത്തിൽ അറിവുള്ളതും ഓർക്കാൻ കഴിയുന്നതുമായ അനുഭവങ്ങളാണ് ബോധ മനസ്സിൻ്റെ ഉള്ളടക്കം. നമുക്ക് പ്രത്യക്ഷത്തിൽ അറിവുള്ളതും പിന്നെന്താണ്? ഓർക്കാൻ കഴിയുന്നതുമായ അനുഭവങ്ങളാണ് എന്ത്? ബോധ മനസ്സിൻ്റെ ഉള്ളടക്കമെന്ന് പറയുന്നത്. ഒരു പ്രത്യേക സന്ദർഭത്തിൽ നമ്മുടെ ബോധത്തിൻ്റെ ഉപരിതലത്തിൽ ലഭ്യമായ ഓർമ്മകൾ, ചിന്തകൾ, ആഗ്രഹങ്ങൾ എന്നിവയെല്ലാം അടങ്ങുന്ന മനസ്സിൻ്റെ തലമാണ് എന്തെന്ന് പറയുന്നത്? ബോധ മനസ്സെന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രത്യേക സന്ദർഭത്തിൽ നമ്മുടെ ബോധത്തിൻ്റെ ഉപരിതലത്തിൽ ലഭ്യമായ ഓർമ്മകൾ, അപ്പോൾ നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ നിൽക്കുന്ന ഓർമ്മകൾ, ചിന്തകൾ, ആഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മിച്ചെടുക്കാൻ പറ്റിയ ചിന്തകൾ, ആഗ്രഹങ്ങൾ എന്നിവയെല്ലാം അടങ്ങുന്ന മനസ്സിൻ്റെ തലമേതാണ്? അതിനെയാണ് നമ്മൾ ബോധ മനസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബോധ മനസ്സ് കഴിഞ്ഞു. അടുത്ത് തൊട്ട് താഴെ ആരാണ്? ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡാണ്. അപ്പോൾ നമ്മൾ കോൺഷ്യസ് മൈൻഡ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഏതാണ്? സബ് കോൺഷ്യസ് മൈൻഡാണ്. ഒരു വ്യക്തിക്ക് ബോധതലത്തിൽ വേഗം കൊണ്ടുവരാവുന്നതും എന്നാൽ പൂർണ്ണമായ ബോധം ഇല്ലാത്തതുമായ മനസ്സാണെന്ത്? ഉപബോധ മനസ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ അവന് ബോധതലത്തിൽ, ഇപ്പോൾ നമ്മുടെ ബോധതലത്തിൽ പെട്ടെന്ന് അത് കൊണ്ടുവരാൻ പറ്റും. എന്നാൽ എന്താണ്? അത് പൂർണ്ണമായ ബോധമില്ലാത്തതുമായ മനസ്സാണെന്ത്? ഉപബോധ മനസ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു വ്യക്തിക്ക് ബോധതലത്തിൽ വേഗം കൊണ്ടുവരാവുന്നതും എന്നാൽ പൂർണ്ണമായ അതുമായിട്ട് ആ ഒരു കാര്യത്തെക്കുറിച്ച് പൂർണ്ണമായ ഒരു ബോധമില്ലാത്തതുമായ മനസ്സ് ഏതാണ്? അതാണ് ഉപബോധ മനസ്സ് എന്ന് പറയുന്നത്. ബോധ മനസ്സിനും അബോധ മനസ്സിനും ഇടയ്ക്കുള്ള തലമാണെന്ത്? ഉപബോധ മനസ്സ് എന്ന് പറയുന്നത്. നമ്മളത് പറഞ്ഞു. പലപ്പോഴും സ്വപ്നങ്ങൾ ഉണ്ടാകുന്നത് അവബോധ തലത്തിലെ അന്തർലീനമായ അനുഭവങ്ങൾ പ്രതീകവൽകൃതമായി ഉപബോധത്തിലേക്ക് ഊർന്നു കടക്കുമ്പോഴാണെന്ന് അനുമാനിക്കാറുണ്ട്. ഇതൊക്കെ സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നതാണ്. എന്താണ്? പലപ്പോഴും നമ്മുടെ ഈ ഒരു സ്വപ്നങ്ങൾ ഉണ്ടാകുന്ന എങ്ങനെയാണ്? നമ്മുടെ അബോധ മനസ്സ്, ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്, ഈ ഒരു ഏറ്റവും താഴത്തെ അബോധ മനസ്സിൽ നിന്ന് അന്തർലീനമായ അനുഭവങ്ങൾ എന്ത് ചെയ്യുന്നു? പ്രതീകവൽകൃതമായിട്ട് നമ്മുടെ അബോധത്തിൽ നിന്ന് ഉപബോധത്തിലേക്ക് കടക്കുന്ന ആ ഒരു ഇത് ഇങ്ങനെ വരുമ്പോഴാണ് എന്ത്? നമ്മുടെ സ്വപ്നങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് എന്ത് പറയുന്നത്? നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കുന്നത് അബോധ മനസ്സാണ്. ഏറ്റവും താഴത്തെ തലത്തിലെ മനസ്സിനെയാണ് നമ്മൾ അബോധ മനസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ സിഗ്മണ്ട് ഫ്രോയിഡ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് ഏതിനാണ്? നമ്മുടെ അബോധ തലത്തിനാണ്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ബോധതലം ഏതാണ്? അത് നമ്മുടെ അബോധ തലമാണ്. അബോധ തലമാണ് ഏറ്റവും താഴത്തെ തലമാണ്. മനുഷ്യൻ്റെ വ്യവഹാരത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്നത് അബോധ തലമാണ്. അപ്പോൾ മനുഷ്യൻ്റെ വ്യവഹാരത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്ന ഏത് തലമാണ്? അബോധ തലമാണ്. വ്യക്തിയുടെ വ്യവഹാര ശൈലിയും അതുവഴി വ്യക്തിത്വവും നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ വ്യവഹാരത്തിൻ്റെ ശൈലിയും അതുവഴി ആ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെയും നിർണ്ണയിക്കുന്നത് എന്താണ്? അബോധ മനസ്സിൽ ഒളിച്ചു വയ്ക്കുന്ന അനുഭവങ്ങളും ആഗ്രഹങ്ങളുമാണ്. ഇതാര് പറയുന്നതാണ്? നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നതാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ വ്യവഹാര ശൈലിയും അതുവഴി ആ ഒരു വ്യക്തിയുടെ വ്യക്തിത്വവും നിർണ്ണയിക്കുന്ന എന്താണ്? നമ്മൾ ഈ ഒരു അബോധ മനസ്സിൽ ഒളിച്ചു വയ്ക്കുന്ന അനുഭവങ്ങളും ആഗ്രഹങ്ങളുമാണ്. ഓക്കെ ആണല്ലോ? അടുത്ത് മനസ്സിൻ്റെ ഈ തലങ്ങൾക്ക് ഒരു മഞ്ഞുമലയുമായി സാദൃശ്യമുള്ളതായിട്ട് ഫ്രോയിഡ് നിരീക്ഷിച്ചു. അപ്പോൾ ഫ്രോയിഡ് എന്ത് ചെയ്തു? ഇതൊരു മഞ്ഞുമലയുമായിട്ട് സാദൃശ്യമുള്ളതായിട്ട് പറഞ്ഞു. നമ്മുടെ ഏതെന്ന് പറയാം, നമ്മുടെ ഈ ഹാക്കേഴ്സിൻ്റെ നമ്മുടെ ഡാർക്ക് വെബ് എന്നൊക്കെ പറയൂലേ, നമുക്ക് കാണാൻ പറ്റിയ ഒരു ഡാർക്ക് വെബ് എന്ന് പറയുമ്പോൾ സർഫസ് നെറ്റാണ്. ഏറ്റവും അടിയിലായിട്ട് നിൽക്കുന്ന എന്താണ്? അതിനെയാണ് നമ്മൾ ഡാർക്ക് വെബ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ കടലിൽ ഒഴുകി നടക്കുന്ന മഞ്ഞുമലയുടെ കൂടുതൽ ഭാഗവും വെള്ളത്തിനുള്ളിലായിരിക്കും. ചെറിയ ഒരു ഭാഗം മാത്രമേ പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണുകയുള്ളൂ. അതുപോലെ ഏറ്റവും വലിയ തലമായ അബോധ മനസ്സ് നമ്മുടെ ബോധാവസ്ഥയിൽ നിന്നെല്ലാം വിഭിന്നമായി ആരും കാണാതെ സ്ഥിതി ചെയ്യുകയാണ്. ഇതാര് പറഞ്ഞതാണ്? നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞതാണ്. അപ്പോൾ എന്താണ്? കടലിൽ ഒഴുകി നടക്കുന്ന മഞ്ഞുമലയുടെ കൂടുതൽ ഭാഗവും, നമ്മുടെ ടൈറ്റാനിക് ഒക്കെ മറിഞ്ഞ എങ്ങനെയാണ്? അടിഭാഗത്തായിട്ട് ഒരു നമ്മുടെ ഗ്ലേഷ്യർ അല്ലെങ്കിൽ നമ്മുടെ മഞ്ഞുമല ഇങ്ങനെ ഒഴുകി നടക്കുമ്പോൾ മുകൾ ഭാഗത്ത് എത്തുപോലേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ അടിഭാഗത്ത് എന്താണ്? അതിൻ്റെ
വലിയൊരു ഭാഗവും അടിഭാഗത്തായിരിക്കും. അപ്പോൾ അതുമായിട്ടാണ് നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് നമ്മുടെ മനസ്സിനെ കമ്പയർ ചെയ്തിരിക്കുന്നത്, നമ്മുടെ അബോധ മനസ്സിനെ കമ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കടലിൽ ഒഴുകി നടക്കുന്ന മഞ്ഞുമലയുടെ കൂടുതൽ ഭാഗവും വെള്ളത്തിനുള്ളിലായിരിക്കും. ചെറിയ ഒരു ഭാഗം മാത്രമേ പുറത്തു നിന്ന് നോക്കുമ്പോൾ കാണുകയുള്ളൂ. അതുപോലെ ഏറ്റവും വലിയ തലമായ അബോധ മനസ്സ് നമ്മുടെ ബോധാവസ്ഥയിൽ നിന്നെല്ലാം വിഭിന്നമായി ആരും കാണാതെ സ്ഥിതി ചെയ്യുകയാണ്. ഇതാണ് ആ ഒരു ഫോട്ടോ പിക്ചർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഏറ്റവും മുകളിലുണ്ട്, പ്രീ കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് തൊട്ട് താഴെയുണ്ട്, അൺകോൺഷ്യസ് മൈൻഡ് എന്താണ് ഏറ്റവും താഴെയുണ്ട്. മനസ്സിലായല്ലോ? ഇതിൽ തോട്ട്സ്, പെർസെപ്ഷൻസ്, മെമ്മറി, സ്റ്റോർഡ് നോളജ്, പിന്നെന്താണ് ഇൻസ്റ്റിങ്സ്, ഫിയേഴ്സ്, സെൽഫിഷ് മോട്ടീവ്സ്, നമ്മൾ മുകളിൽ പറഞ്ഞാണ് എന്താണ് അതെല്ലാം നമ്മുടെ ഏറ്റവും താഴെയാണ്. അപ്പോൾ നമ്മുടെ നെറ്റ്വർക്കിൻ്റെ ആ ഒരു ഡാർക്ക് വെബ് അതേപോലെയാണ് നമ്മുടെ ഐസ്ബർഗിൻ്റെ ഫോട്ടോയും കാണാൻ പറ്റുന്നത്. കണ്ടല്ലോ, നമ്മുടെ ഫ്രൂട്ട്സ് ഐസ്ബർഗാണ് കാണുന്നത്. അതിൽ കോൺഷ്യസ് മൈൻഡ് മുകളിൽ പ്രീ കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് അതിൻ്റെ നടുക്കായിട്ട് വരും. അതിൻ്റെ താഴെ എന്താണ് അൺകോൺഷ്യസ് മൈൻഡാണ്. ഏറ്റവും മുകളിൽ നമ്മുടെ തോട്ട്സ്, പെർസെപ്ഷൻസ്, തൊട്ട് താഴെയായിട്ട് മെമ്മറി, ഓർമ്മകൾ, സ്റ്റോർഡ് നോളജ്, അതിൻ്റെ ഏറ്റവും താഴെ എന്താണ് ഇൻസ്റ്റിങ്സ്, ഫിയേഴ്സ്, പേടികൾ, പിന്നെ സെൽഫിഷ് മോട്ടീവ്സ്. അടുത്ത പോയിന്റ്, സിഗ്മണ്ട് ഫ്രോയിഡ് അബോധ മനസ്സ്, അതായത് അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു താഴെ കിടക്കുന്ന അബോധ മനസ്സ് എന്ന് വിശദീകരിച്ച് എന്താണ് മനസ്സിൻ്റെ ആഴങ്ങളിൽ മറഞ്ഞിരിക്കുന്നതാണ്. ഈ ഒരു പിക്ചറിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് കണ്ടല്ലോ, ഇതാണ് അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് അബോധ മനസ്സ്, അതായത് അൺകോൺഷ്യസ് മൈൻഡ് എന്ന് വിശദീകരിച്ച് എന്താണ് മനസ്സിൻ്റെ ആഴങ്ങളിൽ മറഞ്ഞിരിക്കുന്നതിനാണ് നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് അൺകോൺഷ്യസ് മൈൻഡ് എന്ന് വിശദീകരിച്ചത്. ജന്മസിദ്ധമായ വാസനകളുടെ സംഭരണിയായി കണക്കാക്കുന്ന ഏതാണ്? അത് അബോധ മനസ്സാണ്. അപ്പോൾ ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന ആ ഒരു വാസനകളുടെ സംഭരണിയായിട്ട് സിഗ്മണ്ട് ഫ്രോയിഡ് കണക്കാക്കിയത് ഏതാണ്? നമ്മുടെ അബോധ മനസ്സിനെയാണ്. മനസ്സിൻ്റെ പൂർണ്ണമായതും ആഴത്തിലുള്ളതുമായ തലമാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞു? അബോധ മനസ്സെന്ന് പറഞ്ഞു. ഒരു മനസ്സിൻ്റെ പൂർണ്ണമായതും ആഴത്തിലുള്ളതുമായ തലമാണെന്ത്? അബോധ മനസ്സെന്ന് പറഞ്ഞു. മനസ്സിൻ്റെ അബോധതലത്തിലെ ശേഖരണങ്ങളാണെന്ത്? മറഞ്ഞിരിക്കുന്ന ഓർമ്മകൾ. നമ്മൾ ആ ഫോട്ടോയിൽ കണ്ടു. എന്തൊക്കെയാണ് മറഞ്ഞിരിക്കുന്ന ഓർമ്മകൾ? ആഗ്രഹങ്ങൾ, വേദനാജനകമായ അനുഭവങ്ങൾ. അപ്പോൾ മനസ്സിൻ്റെ നമ്മുടെ ഏറ്റവും താഴെയുള്ള അബോധ തലത്തിലുള്ള ശേഖരണങ്ങൾ എന്തൊക്കെയാണ്? മറഞ്ഞിരിക്കുന്ന ഓർമ്മകളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, പിന്നെന്താണ് വേദനാജനകമായ അനുഭവങ്ങളും ഉണ്ട്. അടുത്ത്, നമ്മുടെ വ്യക്തിത്വത്തെ പ്രധാനമായും നിയന്ത്രിക്കുന്ന അബോധ മനസ്സിൻ്റെ ഉള്ളടക്കം ചിലപ്പോൾ സ്വപ്നങ്ങളിലൂടെ പുറത്തു വരുമെന്ന് ഫ്രോയിഡ് അനുമാനിക്കുന്നു. അപ്പോൾ നമ്മുടെ ആ ഒരു വ്യക്തിത്വത്തെ പ്രധാനമായും നിയന്ത്രിക്കുന്ന ഒന്നാണെന്ത്? നമ്മുടെ അബോധ മനസ്സെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു അബോധ മനസ്സിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? ചില സമയങ്ങളിൽ സ്വപ്നത്തിലൂടെ എന്ത് ചെയ്യുന്നു? പുറത്തു വരുമെന്ന് ആര് പറയുന്നു? സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നു. അതുകൊണ്ട് തന്നെ മാനസിക പ്രശ്നങ്ങൾ ഉള്ളവരെ ചികിത്സിക്കുന്നതിന് ഫ്രോയിഡ് സ്വപ്ന അപഗ്രഥനം, അതായത് ഡ്രീം അനാലിസിസ് പ്രയോജനപ്പെടുത്തുന്നു. അപ്പോൾ അത് ഇപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വ്യക്തിത്വത്തെ പ്രധാനമായിട്ടും സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത്? അബോധ മനസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു അബോധ മനസ്സിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? ചില സമയങ്ങളിൽ അത് സ്വപ്നത്തിലൂടെ പുറത്തു വരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ ഒരു മാനസിക പ്രശ്നങ്ങളുള്ളവരെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് എന്തുപയോഗിക്കുന്നു? സിഗ്മണ്ട് ഫ്രോയിഡിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള എന്താണ് സ്വപ്ന അപഗ്രഥനം അല്ലെങ്കിൽ ഡ്രീം അനാലിസിസ് എന്ന് പറയുന്ന ആ ഒരു കാര്യം ഉപയോഗിക്കുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ഡ്രീം അനാലിസിസ് കൊണ്ടാണ് നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് ആ ഒരു നമ്മുടെ മാനസിക പ്രശ്നങ്ങളുള്ളവരെ ചികിത്സിക്കുന്നത്. ഓക്കെ ആണല്ലോ? അടുത്ത്, പറയാൻ ആഗ്രഹിച്ചതല്ലാത്ത ചില കാര്യങ്ങൾ അറിയാതെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പറയാൻ ആഗ്രഹിക്കാതെ എന്ത് ചെയ്യും? നമ്മളെ വായിൽ നിന്ന് ചിലപ്പോൾ പുറത്തു പോകും. അതായത് തെറ്റുകൾ പോലും പലപ്പോഴും ആ വ്യക്തിയുടെ യഥാർത്ഥ മനോവികാരങ്ങളെയായിരിക്കും പ്രതിഫലിപ്പിക്കുന്നതെന്നും ഫ്രോയിഡ് വ്യാഖ്യാനിക്കുന്നു. അപ്പോൾ നമ്മൾ പറയാൻ ആഗ്രഹിച്ചതല്ലാത്ത ചില കാര്യങ്ങൾ അറിയാതെ പറഞ്ഞു പോകുന്നത്, അതായത് എന്താണ്? തെറ്റുകൾ പോലും പലപ്പോഴും ആ വ്യക്തിയുടെ യഥാർത്ഥ മനോവികാരങ്ങളെയായിരിക്കും പ്രതിഫലിപ്പിക്കുന്നതെന്നും എന്ന് പറയുന്നു നമ്മുടെ ഫ്രോയിഡ് വ്യാഖ്യാനിക്കുന്നു. ഓക്കെ ആണല്ലോ? അടുത്ത്, മനസ്സിൻ്റെ ഘടനയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ. നമ്മുടെ മനസ്സിൻ്റെ ഘടനയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റിയാണ്. ആ ഒരു പോയിൻ്റാണ് നമ്മളടുത്ത് നോക്കാൻ പോകുന്നത്.
അപ്പോൾ വ്യക്തിയിലെ മനോഘടനയെ എന്തായിട്ട് തിരിക്കാം? മൂന്നായിട്ട് തിരിക്കാം. നമ്മുടെ ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ വ്യക്തിയിലെ മനോഘടനയെ, ഒരാളുടെ മനോഘടനയെ നമുക്ക് എന്തായിട്ട് തിരിക്കാടാ? മൂന്നായിട്ട് തിരിക്കാം. അതേതൊക്കെയാണ്? ഒന്നാമത്തേത് ഇത്, രണ്ടാമത്തേത് ഈഗോ. ഈഗോയെ നമ്മൾ അഹമെന്നും പറയും. അത് മൂന്നാമത്തേതാണ് സൂപ്പർ ഈഗോ അല്ലെങ്കിൽ അത്യഹം എന്നാണ് പറയുന്നത്. അപ്പോൾ വ്യക്തിയിലെ മനോഘടനയെ നമ്മൾ മൂന്നായിട്ട് തിരിച്ചു. ഏതൊക്കെയാണ്? ഇത്, ഈഗോ അല്ലെങ്കിൽ അഹം, സൂപ്പർ ഈഗോ അല്ലെങ്കിൽ അത്യഹം. ഓക്കെ ആണല്ലോ. അടുത്ത് ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ ഇത്, ഈഗോ, സൂപ്പർ ഈഗോ അല്ലെങ്കിൽ ഇത്, അഹം, അത്യഹം എന്നീ മൂന്ന് പ്രധാന വ്യവസ്ഥകൾ കൂടിച്ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഒരു വ്യക്തിയുടെ വ്യക്തിത്വ ഘടനയെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ എന്താണ്? ഇത്, ഈഗോ, സൂപ്പർ ഈഗോ അല്ലെങ്കിൽ ഇത്, അഹം, അത്യഹം ഈ മൂന്നും ചേർന്ന് വരുന്ന എന്താണ്? നമ്മുടെ അങ്ങനെയാണ് ഈ മൂന്ന് വ്യവസ്ഥകൾ കൂടിച്ചേരുന്നതാണ് ഒരു വ്യക്തിത്വ ഘടന, ഒരു വ്യക്തിയുടെ വ്യക്തിത്വ ഘടന എന്ന് പറയുന്നത്. അതിലൊന്നാമത്തെ ടോപ്പിക്കാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത്. നമുക്ക് ഇത് എന്താണെന്ന് നോക്കാം. ഒരു മനുഷ്യ മനസ്സിലെ പ്രാകൃതമായ വികാര ശക്തിയെയാണ് നമ്മൾ ഇതെന്ന് പറയുന്നത്. ഒരു മനുഷ്യ മനസ്സിലെ പ്രാകൃതമായ വികാര ശക്തിയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നടാ? ഇതെന്ന് പറയുന്നത്. ജന്മവാസനകളുടെ നിക്ഷേപമായി കരുതുന്നത് ഏതാണ്? നമ്മുടെ ഇതാണ്. അപ്പോൾ ജന്മവാസനകളുടെ നിക്ഷേപമായിട്ട് കരുതാവുന്ന ഏതാണ്? നമ്മുടെ ഇതാണ്. സാൻമാർഗിക ബോധം, അതായത് ധാർമ്മിക ബോധം, ഈ ഒരു സാൻമാർഗിക ബോധം ഇല്ലാത്തതിനാൽ എല്ലാ അസാൻമാർഗിക പ്രവർത്തനങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്ന ഏതാണ്? നമ്മുടെ ഇതാണ്. അപ്പോൾ സാൻമാർഗിക ബോധം എന്ന് പറയുമ്പോൾ ഒരു ധാർമ്മിക ബോധം ഇല്ലാത്തതിനാൽ എല്ലാ അസാൻമാർഗിക പ്രവർത്തനങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്ന ഏതാണ്? അത് ഇതാണ്. ഈ ഒരു സെൻറ്റൻസ് മനസ്സിലായില്ലെങ്കിൽ വരുന്ന സമയത്ത് ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇപ്പം പറഞ്ഞ എന്താണ്? സാൻമാർഗിക ബോധം, അതായത് നമ്മുടെ ധാർമ്മിക ബോധം, ഒരു നോർമൽ ബോധം ഇല്ലാത്തതിനാൽ എല്ലാ അസാൻമാർഗിക പ്രവർത്തനങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്ന ഏതാണ്? അത് ഇതാണ്. ജനനം മുതൽ തന്നെ ഒരു വ്യക്തിയിൽ കാണപ്പെടുന്ന വ്യക്തിത്വ ഘടകമാണ് ഇത് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സെൻറ്റൻസ് മനസ്സിലായില്ല എങ്കിൽ ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റ് വരെ കാണുക, എങ്കിൽ മാത്രമേ അത് മനസ്സിലായൊരു സൈക്കോളജിയാണ്. അപ്പോൾ ആ ഒരു എല്ലാം കൂടി കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ജനനം മുതൽ തന്നെ ഒരു വ്യക്തിയിൽ കാണപ്പെടുന്ന വ്യക്തിത്വ ഘടകമാണ് എന്തെന്ന് പറയുന്നത്? ഇത് എന്ന് പറയുന്നത്. ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ ഒരു വ്യക്തിയിൽ കാണപ്പെടുന്ന വ്യക്തിത്വം ഏതാണ്? അതിനെയാണ് നമ്മൾ ഇതെന്ന് പറയുന്നത്. വ്യക്തിയിൽ കാണപ്പെടുന്ന ശാരീരിക പ്രതികരണങ്ങൾ, ലൈംഗിക വികാരങ്ങൾ എന്നിവയുടെ ഉറവിടം ഏതാണ്? അത് നമ്മുടെ ഇതാണ്. അപ്പോൾ ഒരു വ്യക്തിയിൽ കാണപ്പെടുന്ന ശാരീരിക പ്രതികരണങ്ങൾ, ലൈംഗിക വികാരങ്ങൾ എന്നിവയുടെ ഉറവിടം ഏതാണ്? അത് ഇതാണ്. പെട്ടെന്നുണ്ടാകുന്ന ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള ത്വരയുണ്ടാകുന്നതിന് കാരണം ഏതാണ്? നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നെങ്കിൽ അത് ഇതിൻ്റെ കാരണമാണ്. അപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ആഗ്രഹങ്ങൾ അത് പൂർത്തീകരിക്കുവാനുള്ള ത്വരയുണ്ടാകുന്നതിനുള്ള കാരണം, പല ആഗ്രഹങ്ങളുണ്ടാകാം, അത് പൂർത്തീകരിക്കുവാനുള്ള ത്വരയുണ്ടാകുന്നതിനുള്ള കാരണം എന്താണ്? അത് ഇതാണ്. മനസ്സിലായല്ലോ. ഉദാഹരണം പറയുന്നത്, വിശക്കുന്ന സമയത്ത് ഭക്ഷണത്തിനായി കാത്തിരിക്കാൻ അക്ഷമ കാണിക്കുന്നത് എന്തിൻ്റെ പ്രവർത്തനമാണ്? നമ്മുടെ ഉള്ളിലെ ഇതിൻ്റെ പ്രവർത്തനമാണ്. അപ്പോൾ വിശക്കുന്ന സമയത്ത് നമുക്ക് ഭക്ഷണത്തിനായിട്ട് കാത്തിരിക്കാൻ പറ്റാതെ എനിക്ക് ഭക്ഷണം വേണം, എനിക്ക് ആ ഒരു ത്വരയുണ്ടല്ലോ, ആ ഒരു കിട്ടാനുള്ള ആ ഒരു അക്ഷമ അത് കാണിക്കുന്നത് നമ്മുടെ ഇതിൻ്റെ പ്രവർത്തനമാണ്. ഓക്കെ ആണല്ലോ. അടുത്ത പോയിന്റ്, സുഖതത്വം എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ അനുസരിച്ച് പ്രവർത്തിക്കുന്ന മനോഘടകം അതേതാണ്? നമ്മുടെ ഇതാണ്. സുഖതത്വം, എനിക്കെപ്പോഴും സുഖിച്ച് കഴിയണം എന്നുള്ള ആ ഒരു മൈൻഡിൽ വരുന്ന ഏതാണ്? നമ്മുടെ ഇതാണ്. ഇങ്ങനെ ആലോചിച്ച് വെച്ചാലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ സുഖതത്വം, പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ അനുസരിച്ച് പ്രവർത്തിക്കുന്ന മനോഘടകം എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു കാര്യം ആലോചിക്കുമ്പോൾ അപ്പോൾ നമ്മളത് പൂർത്തീകരിക്കും. ഇപ്പോൾ ചോറ് വേണം, എനിക്ക് പെട്ടെന്ന് ചോറ് വേണം. എനിക്ക് ചിക്കൻ വേണം, എനിക്ക് പെട്ടെന്ന് ചിക്കൻ വേണം. എനിക്ക് ബിരിയാണി വേണം, എനിക്ക് പെട്ടെന്ന് ബിരിയാണി വേണം. അപ്പോൾ നമ്മുടെ സുഖങ്ങൾ, ആ ഒരു സുഖത്തിൻ്റെ കംപ്ലീഷന് വേണ്ടി പ്രവർത്തിക്കുന്ന മനോഘടകം ഏതാണ്? അതുകൊണ്ട് തന്നെയാണ് എന്തെന്ന് പറയുന്നത്? സുഖതത്വം അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ എന്ന് പറയുന്നത്. ആരാണ്? നമ്മുടെ ഇതാണ്. ഓക്കെ ആണല്ലോ. അടുത്ത്, ഒരു വ്യക്തിയുടെ മാനസിക പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഊർജം പ്രദാനം ചെയ്യുന്നത് ആരായിരിക്കും? നമ്മുടെ ഇതായിരിക്കും. അപ്പോൾ ഒരു വ്യക്തിയുടെ മാനസിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഊർജം പ്രദാനം ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഇതാണ്. ആരാണ്? ഇതാണ്.
ഒരു വ്യക്തിയുടെ മാനസിക പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഊർജം പ്രദാനം ചെയ്യുന്നത് ഏവനാണ്? നമ്മുടെ ഇതാണ്. ഫ്രോയിഡ് ലിബിഡോ അതായത് ലൈംഗിക തൃഷ്ണ എന്ന് വിശേഷിപ്പിക്കുന്ന ഏവനെയാണ്? നമ്മുടെ ഇതിനെയാണ്. അപ്പോൾ നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് ലിബിഡോ അതായത് ലൈംഗിക തൃഷ്ണ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? നമ്മുടെ ഇതിനെയാണ്. ജീവിതത്തിൻ്റെ നിർണായക ചോദകമായ ലിബിഡോ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ലൈംഗിക തൃഷ്ണയാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ നിർണായക ചോദകമായ ലിബിഡോയുടെ 2 മുഖങ്ങളായി ഫ്രോയിഡ് അവതരിപ്പിച്ചത്. നമ്മൾ നേരത്തെ ലിബിഡോ പറഞ്ഞു. ലിബിഡോ എന്താണ്? ലിബിഡോ എന്ന് പറയുന്നത് ലൈംഗിക തൃഷ്ണയാണ്. ഫ്രോയിഡ് ലിബിഡോ അതായത് ലൈംഗിക തൃഷ്ണ എന്ന് വിശേഷിപ്പിക്കുന്നത് നമ്മുടെ ഇതിനെയാണ്. ഇതോർക്കുക. നമ്മുടെ ഫ്രോയിഡ് ലിബിഡോ എന്ന് പറയുന്ന ആരെയാണ്? നമ്മുടെ ഇതിനെയാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ നിർണായക ചോദകമായ ഈ ഒരു ലിബിഡോയുടെ 2 മുഖങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? ലിബിഡോയെ 2ആയിട്ട് തിരിച്ചു. സിഗ്മണ്ട് ഫ്രോയിഡ് ലിബിഡോയെ 2ആയിട്ട് തിരിച്ചു. ഏതൊക്കെയാണ്? അത് ഈറോസും താനറ്റോസുമാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ നിർണായക ചോദകമായ ലിബിഡോയുടെ 2 മുഖങ്ങൾ ഏതൊക്കെയാണ്? ഈറോസും താനറ്റോസും. ഇതാണ് ഈറോസും താനറ്റോസും. ഈറോസ് എന്ന് പറയുന്നത് എന്താണ്? ലൈംഗികതയാണ് ഈറോസ് പറയുന്നത്. അപ്പോൾ താനറ്റോസ് എന്തായിരിക്കും? ആക്രമണ വാസനയാണ് പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ ഈറോസ് എന്ന് പറയുന്നത് ലൈംഗികതയും താനറ്റോസ് എന്ന് പറയുന്നത് എന്താണ്? ആക്രമ വാസനയുമാണ്. അപ്പോൾ ലിബിഡോയുടെ 2 വശങ്ങളാണ് ഈറോസും താനറ്റോസും എന്ന് പറയുന്നത്. ലിബിഡോ എന്ന് പറയുന്നത് എവിടെയുള്ളതാണ്? ഇതിലുള്ളതാണ്. ഈ ഈറോസ് എന്ന് പറയുന്നത് എന്താണ്? ലൈംഗികതയാണ്. താനറ്റോസ് എന്ന് പറയുന്നത് എന്താണ്? ആക്രമണ വാസനയാണ്. അപ്പോൾ ഒന്നുകൂടി പറയാം. നമ്മുടെ ഇതാണ് പറഞ്ഞത്. ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? സിഗ്മണ്ട് ഫ്രോയിഡ് ലിബിഡോ എന്ന് പറഞ്ഞു. ഈ ലിബിഡോയെ നമ്മൾ എന്ത് ചെയ്തു? 2ആയിട്ട് തിരിച്ചു. ഈറോസ് എന്നും താനറ്റോസ് എന്നും. ഈറോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈംഗികതയാണ്. താനറ്റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്രമണ വാസനയാണ്. അടുത്ത് നമ്മുടെ സൈഡിലൊരു ഫോട്ടോ കാണാം. ഒരു സിഗരറ്റ് കുറ്റി അല്ലെങ്കിൽ ബീഡി, നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ ബീഡി അല്ലെങ്കിൽ വേറെ എന്തൊരു സാധനം, നമ്മൾ വലിക്കുന്ന സാധനമാണ്. അതും വെച്ചുകൊണ്ട് നിൽക്കുന്ന ആളാണ് ആര്? നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്നത്. ഒരു സിഗരറ്റ് കുറ്റിയും പിടിച്ച് ഇങ്ങനെ നിൽക്കുന്ന ആളാണെന്ത്? നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ്. ലൈഫ് ഈസ് എ കോൺഫ്ലിക്റ്റ് ആൻഡ് കോംപ്രമൈസ് ബിറ്റ്വീൻ ലൈഫ് ഇൻസ്റ്റിക്റ്റ്, ഈറോസ് ആൻഡ് ഡെത്ത് ഇൻസ്റ്റിക്റ്റ്, താനറ്റോസ് എന്ന് പറഞ്ഞ ആരാണ്? നമ്മുടെ ഫ്രോയിഡാണ്. ലൈഫ് ഈസ് എ കോൺഫ്ലിക്റ്റ് ആൻഡ് കോംപ്രമൈസ് ബിറ്റ്വീൻ ലൈഫ് ഇൻസ്റ്റിക്റ്റ്, ഈറോ ആൻഡ് ഡെത്ത് ഇൻസ്റ്റിക്റ്റ്, താനറ്റോസ് എന്ന് പറഞ്ഞ ആരാണ്? നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡാണ്. ഇതാണ് നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ്, സിഗരറ്റ് കുറ്റിയും പിടിച്ച് നിൽക്കുന്ന വ്യക്തി. അടുത്ത് അഹമാണ്. അഹം നമ്മൾ ഇത് പറഞ്ഞു. അടുത്തവനാണ് നമ്മുടെ അഹമാണ് അല്ലെങ്കിൽ ഈഗോ. അപ്പോൾ ഇത് പറഞ്ഞു, ഇത് ഈഗോ, സൂപ്പർ ഈഗോ. ഇത് അഹം, അദ്ദേഹം. അപ്പോൾ അടുത്ത് പറയുന്ന ആരാണ്? നമ്മുടെ അഹത്തെക്കുറിച്ചാണ് അടുത്ത് പറയുന്നത്. ഇതിനെ നിയന്ത്രിക്കുകയും അടക്കി നിർത്തുകയും ചെയ്യുന്ന വൈകാരിക ശക്തിയാണ് ആര്? നമ്മുടെ അഹമെന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു പയ്യനെ നിയന്ത്രിക്കുകയും അടക്കി നിർത്തുകയും ചെയ്യുന്ന അച്ഛനാണ് ആര്? അതായത് വൈകാരിക ശക്തിയാണ് ആര്? നമ്മുടെ അഹമെന്ന് പറയുന്നത്. എനിക്ക് ചോറ് വേണം, നീ പിന്നെ ചോറ് തിന്നാൽ മതി എന്ന് പറയുന്ന ആരാണ്? അത് അഹമാണ്. എനിക്ക് ചോറ് വേണമെന്ന് വാശി കാണിക്കുന്നതും അത് നേടിയെടുക്കാനായി ചെയ്യുന്ന ആരാണ്? നമ്മുടെ ഇതാണ്. എന്നാൽ നിനക്ക് ചോറ് പിന്നെ തരാമെന്ന് പറയുന്ന ആരാണ്? നമ്മുടെ അഹമാണ്. അപ്പോൾ ഇതിനെ നിയന്ത്രിക്കുന്ന ആരാണ്? നമ്മുടെ അഹമാണ് നിയന്ത്രിക്കുന്നത്. ഒരു വ്യക്തിയെ യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ട് പെരുമാറാൻ സഹായിക്കുന്ന അഹം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? യാഥാർത്ഥ്യബോധം അനുസരിച്ച് എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റി അനുസരിച്ച് പ്രവർത്തിക്കുന്നത് ആരാണ്? നമ്മുടെ അഹമാണ്. ഒരു വ്യക്തിയെ യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ട് പെരുമാറാൻ സഹായിക്കുന്ന അഹം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? അത് യാഥാർത്ഥ്യബോധ തത്വം, ബോധത്വം, അതായത് പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റി അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആരാണ്? നമ്മുടെ അഹമാണ്. ഒരുത്തന് ചോറ് വേണമെന്ന് ആ ഒരു ഇതിൻ്റെ പ്രവർത്തനം കാരണം അവന് ചോറ് വേണമെന്ന് പറഞ്ഞാൽ ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ എടാ പതുക്കെ ചോറ് കിട്ടും എന്ന് പറഞ്ഞ് കൺട്രോൾ ചെയ്ത് നിർത്തുന്ന ആരാണ്? നമ്മുടെ അഹമാണ്. അപ്പോൾ യാഥാർത്ഥ്യ തത്വം എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് യാഥാർത്ഥ്യ തത്വം എന്ന്, പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റി എന്ന് നോക്കാം. ഇതിൻ്റെ ചോദനകളെ യാഥാർത്ഥ്യബോധത്തോടെ നിയന്ത്രിക്കുന്ന ഈഗോയും സാമൂഹ്യ നിയമങ്ങൾക്കും വ്യവസ്ഥകൾക്കും അനുസരിച്ച് ചോദകങ്ങളെ നിയന്ത്രിക്കുന്ന സൂപ്പർ ഈഗോയും പരസ്പര പൂരകമായി പ്രവർത്തിക്കുമ്പോഴാണ് വ്യക്തിത്വം സന്തുലിതമാകുന്നത്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ചോദനകളെ ഒരു നോർമൽ ബോധത്തോടെ നിയന്ത്രിക്കുന്ന ആളാണ് ആര്?
നമ്മുടെ ഈഗോ എന്ന് പറയുന്നത്. ഈ ഈഗോ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്, സാമൂഹിക നിയമങ്ങൾക്കും വ്യവസ്ഥകൾക്കും അനുസരിച്ച് ചോദനങ്ങളെ നിയന്ത്രിക്കുന്ന. അപ്പോൾ നമ്മളൊരു സാമൂഹിക ജീവിയാണ്. ആ ഒരു ലെവലിൽ ആ ഒരു ചോദനകളെ, ആ ഒരു കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന സൂപ്പർ ഈഗോയും പരസ്പര പൂരകമായിട്ട് എന്ന് പറയുമ്പോൾ ഈ ഇതിനെ നിയന്ത്രിച്ച ഈഗോയും നമ്മുടെ സാമൂഹിക കാര്യങ്ങളുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന സൂപ്പർ ഈഗോയും ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എല്ലാം കൂടി ആയിട്ടുള്ള ടോട്ടൽ പ്രവർത്തനമാണെന്ത്, ഇതെല്ലാം കൂടി ഒരുമിച്ച് പൂരകമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, അതാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം സന്തുലിതം ആക്കുന്നത്. അപ്പോൾ ഇത് മൂന്നും കറക്റ്റായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു വ്യക്തിയുടെ നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്ന സംഭവം എന്ത് ചെയ്യുന്നു, സന്തുലിതം ആകുന്നു. ഒരു നിയന്ത്രണ ഘടകമായി പ്രവർത്തിക്കുന്നത് ആരാണ്, നമ്മുടെ അഹമാണ്. ഒരു നിയന്ത്രണ ഘടകമായിട്ട് പ്രവർത്തിക്കുന്ന ആരാണ്, അഹമാണ്. എനിക്ക് ചോറ് വേണം, നിനക്ക് ഇപ്പോൾ ചോറ് തരാൻ പറ്റില്ല, പിന്നെ പതുക്കെ എന്ത് ചെയ്യാം, തരാമെന്ന് പറയുന്ന ആരാണ്, നമ്മുടെ അഹമാണ്. ഇത് ആത്മനിഷ്ഠമായ അനുഭവങ്ങളെ മാത്രം പരിഗണിക്കുമ്പോൾ ഈഗോ ആത്മനിഷ്ഠമായ അനുഭവങ്ങളെയും വസ്തുനിഷ്ഠമായ ശരികളെയും വേർതിരിച്ചറിയുന്നു. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു, ആത്മനിഷ്ഠമായ അനുഭവങ്ങളെ മാത്രം പരിഗണിക്കുമ്പോൾ ഈഗോ എന്ത് ചെയ്യുന്നു, ആത്മനിഷ്ഠമായ അനുഭവങ്ങളെയും വസ്തുനിഷ്ഠമായ ശരികളെയും വേർതിരിച്ചറിയുന്നു. ഇപ്പോൾ നിങ്ങൾ വിശന്ന് വലഞ്ഞൊരു ഹോട്ടലിൽ കയറുമ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഇതിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുന്നു, നിങ്ങൾ അവിടെ അടിച്ചു പൊളിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് ചോറും വാങ്ങിച്ച് വരാനുള്ള ആ ഒരു മൈൻഡ് നിങ്ങൾക്കുണ്ടാവുന്നു. ഈഗോ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ എന്താണ്, ഈഗോ പറയും പതുക്കെ വെയിറ്റ് ചെയ്യും, അവരെന്ത് ചെയ്യും, കൊണ്ടുവരും, നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്താൽ മതിയല്ലോ എന്ന് എന്ത് ചെയ്യും, നമ്മുടെ ഈഗോ നമ്മളോട് പറയും. ഇതാണ് വ്യത്യാസമെന്ന് പറയുന്നത്. അടുത്ത് അത്യഹത്തിൻ്റെ, അതായത് സൂപ്പർ ഈഗോ സമ്മർദ്ദങ്ങളിൽ നിന്ന് വ്യക്തി സന്തുലനത്തോടെ സംരക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ അത്യഹത്തിൻ്റെ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഈഗോ എന്ത് ചെയ്യുന്നു, സമ്മർദ്ദങ്ങളിൽ നിന്ന് ഒരു വ്യക്തിയെ സന്തുലനത്തോടെ സംരക്ഷിക്കുന്ന ഏതാണ്, നമ്മുടെ ഈഗോയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സൂപ്പർ ഈഗോയുടെ സമ്മർദ്ദങ്ങളിൽ നിന്ന് ഒരു വ്യക്തിയെ സന്തുലനത്തോടെ സംരക്ഷിക്കുന്ന ആരാണ്, അതും നമ്മുടെ ഈഗോയാണ്. പ്രായോഗിക തത്വങ്ങളിൽ അധിഷ്ഠിതമായതാരാണ്, നമ്മുടെ ഈഗോയാണ്. അപ്പോൾ ഈഗോയാണ് നമ്മുടെ ഒരു കില്ലാടി എന്ന് പറയുന്നത്. അപ്പോൾ പ്രായോഗിക തത്വങ്ങളിൽ അധിഷ്ഠിതമായത് ആരാണ്, നമ്മുടെ ഈഗോയെയാണ് പ്രായോഗിക തത്വങ്ങളിൽ അധിഷ്ഠിതമായതെന്ന് പറയുന്നത്. ആശാൻ കാം ആൻഡ് ക്വയറ്റ് ആണ് എന്ന് പറയുമ്പോൾ എന്താണ്, എല്ലാം നോക്കി ആശാൻ പ്രവർത്തിക്കുകയുള്ളൂ. ഇത് കാരണമുണ്ടാകുന്ന വൈകാരിക ത്വരയെ പ്രായോഗിക തലത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത് നമ്മൾ പറഞ്ഞു ആരൊക്കെയാണ്, ഈഗോയ്ക്കാണ് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു ഇത് കാരണമുണ്ടാകുന്ന വൈകാരിക ത്വരയെ പ്രായോഗിക തലത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ആരാണ്, നമ്മുടെ ഈഗോയ്ക്കാണ് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഈ ഒരു വീഡിയോ എങ്ങനെയുണ്ട് എന്ന് താഴെ ഒന്ന് നിങ്ങളുടെ സജഷൻസ് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഓക്കെ ആണല്ലോ, എങ്കിൽ മാത്രമേ അടുത്ത വീഡിയോ ചെയ്യുന്നുള്ളൂ. ഓക്കെ ആണെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.